ശ്രീ അനിൽ അക്കരെ, ഇതാ ED വരികയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നടത്താൻ. എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം? അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ EDയുടെ അന്വേഷണങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരുന്നില്ല. കാരണം ഇവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ FIRകളാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള അന്വേഷണങ്ങളാണ് കരിവന്നൂർ കേസിലാണെങ്കിലും മറ്റു കേസിലാണെങ്കിലും ഒക്കെ നടന്നിരുന്നത്. പക്ഷെ ആ കേസിലൊന്നും യഥാസമയത്ത് EDയുടെ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. വിവാദങ്ങൾ മാത്രമെന്ന രീതിയിൽ താൽക്കാലികമായ കുറച്ച് ടൂളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ നിരന്തരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്, GST വിവാദവും ഒക്കെ. പക്ഷെ ഇതൊന്നും ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ED ഇതേവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു CPMുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിലപേശലാണോ എന്നൊരു സംശയം ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ അത് ഉന്നയിച്ചിരുന്നതാണ്. ഈ കേസിനകത്ത് ഒരു FIR ഈ പറഞ്ഞ പോലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIക്കോ അതല്ലെങ്കിൽ പിന്നെ നേരത്തെ അന്വേഷിച്ച ഏജൻസികൾക്കോ EDക്കോ കേസൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല. പ്രതിയായി വീണ വിജയൻ പ്രതിയായി ഒരു FIR പോലും നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ നിലവില്ലാത്ത സാഹചര്യത്തിൽ ഇത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു വിലപേശലിന്റെ രീതിയിലേക്ക് കുറച്ചുകൂടി കേരളത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രമന്ത്രിമാരായ 2 കേന്ദ്രമന്ത്രിമാരോട് മത്സരിക്കുകയാണ്. മോഡിയുടെ 2 ഗ്യാരണ്ടികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു വിലപേശൽ തന്ത്രത്തിലേക്ക് പോകുന്നോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് നിരീക്ഷിച്ചു വരികയാണ്. നിങ്ങൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നില്ലേ? അല്ല, ഞങ്ങൾ എന്നെ പറഞ്ഞല്ലോ, നേരത്തെ ഈ പറയുന്ന കരിവന്നൂർ കേസിലെ അന്വേഷണമാണെങ്കിലും അല്ല, ഞാൻ ചോദിച്ചത് മാസപ്പടി വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് ചോദിച്ചത്. ഞാനതാണ് പറയുന്നത്. ഈ കേസുകളിലൊക്കെ FIRകൾ ഉണ്ടായിരുന്നു. FIRകൾ കരിവന്നൂർ കേസിലാണെങ്കിലും ലൈഫ് മിഷൻ കേസിലാണെങ്കിലും FIRകൾ ഉണ്ടായിരുന്നു, പ്രതികളുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥ പ്രതികളിലേക്ക് ഒരു അന്വേഷണം പോയില്ല. ഈ കേസിൽ എന്തുകൊണ്ടാണ് ഇവർക്കൊരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. അപ്പൊ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതിയായി ഒരു FIR രജിസ്റ്റർ ചെയ്യട്ടെ. ഏതെങ്കിലും ഒരു പിന്നെ കോടതിയുടെ മുന്നിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യട്ടെ. ഇതല്ലാതെ ഒരു നാടകം നടത്തി കേരളത്തിലെ CPM സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ LDF സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാനുള്ള തന്ത്രമായിട്ടാണ് EDയെ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ അനുകൂലിക്കാൻ കഴിയില്ല.